Hello everybody, welcome to English speaking course. If you are new to my channel, kindly subscribe. ഇന്നത്തെ നമ്മളെ ടോപ്പിക് ആണ് tenses. As we all know, tenses usually denote time. ഒരു സിറ്റുവേഷൻ്റെ ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ tenses യൂസ് ചെയ്യാറുള്ളത്. Different types of tenses. എത്ര ടൈപ്പ് ഓഫ് tenses ഉണ്ട്? 3 main types of tenses. As we all know, present, past and future ആണ് ഇംഗ്ലീഷിലുള്ളത്. And each of this is divided into 4 subcategories. എല്ലാ tensesൻ്റെയും 4 subcategories ഉണ്ട്. So all total we have 12 tenses in English. ഇന്നിവിടെ 12 minutes കൊണ്ട് നമ്മൾ 12 tenses cover ചെയ്യും. So if you are new, do subscribe. This is a requested video. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. So let's get started. നമ്മളെ ഫസ്റ്റ് ടെൻസ് ആണ് present tense. Present tense can be divided into 4 types: simple present, present continuous, present perfect and present perfect continuous. ഇത്രയും ക്ലിയർ ആയില്ലേ? വീഡിയോ ഫുൾ കാണണം. ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങൾക്ക് തോന്നും ടെൻസസ് ഇത്രയും സിമ്പിൾ ആയിരുന്നു. വാസ് ഇറ്റ് ആസ് സിമ്പിൾ ആസ് ദിസ്? Our first tense is simple present. Let me give an example. I walk every day. ഞാൻ ഡെയിലി വാക്ക് ചെയ്യും. ഇതൊരു ഹാബിച്വൽ ആക്ഷനാണ്. ഡെയിലി ഞാൻ വാക്ക് ചെയ്യും, ദിവസം വാക്ക് ചെയ്യും. അതിനൊരു ഡിഫറൻസും ഇല്ല. ഇത് ദിവസം നടക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ വാക്കിൻ്റെ അകത്ത് ഒന്നും ചേർക്കാണ്ട് ബേസ് ഫോമിൽ യൂസ് ചെയ്തിട്ട് ഐ വാക്ക് എവറി ഡേ എന്ന് ഇവിടെ പറഞ്ഞത്. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഐ ആം വാക്കിംഗ്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ആം ചേർത്തു. ഐ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ആം വരും. എപ്പോഴും ഈസോ ആരോ വരില്ല, നിങ്ങൾക്കറിയാം. അതേപോലെ വാക്കിനാ നമ്മൾ വാക്കിംഗ് ആക്കി ING അവിടെ ചേർത്തു. സോ ഐ ആം വാക്കിംഗ് ഇസ് ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ING കാണുമ്പം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അതൊരു കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ എവിടെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്? ഇപ്പം നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യത്തിൽ, അറ്റ് ദ മൊമെൻറ്റ്. ഐ ആം വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഐ ആം വാക്കിംഗ് അറ്റ് ദ മൊമെൻറ്റ്. ഐ ആം വാക്കിംഗ് ആണ് അതിൻ്റെ അർത്ഥം. റൈറ്റ് നൗ ഐ ആം വാക്കിംഗ്. Let's move on to our next tense, which is present perfect tense. I have walked. I have walked. വേർബിൻ്റെ കൂടെ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ. ആൻഡ് അതിൻ്റെ കൂടെ വേർബിന് ഒരു ഇഡിയും കൂടെ ചേർത്ത് കൊടുക്കും. ഐ ഹാവ് വാക്ക്ഡ്. നമ്മൾ എപ്പോഴാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാറുള്ളത്? റീസെൻ്റ്ലി നടന്ന് കഴിഞ്ഞ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. റീസെൻ്റ്ലി നടന്ന് കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ നടന്നത്, 1 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മുന്നേ നടന്ന കാര്യം, ഒരു ദിവസം മുന്നേ നടന്ന കാര്യം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ബാക്കിൽ നടന്ന കാര്യമായിരിക്കണം. ഐ ഹാവ് വാക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ 1 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ നടന്നിരുന്നു. So hope this is clear. Let's move on to present perfect continuous tense. Present perfect continuous tense. ഇതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പഠിച്ച 3 ടെൻസസും കൂടെ ഒരുമിച്ചാണ് ഈ ടെൻസ് ഉണ്ടായത്. പ്രസൻറ്റ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. ഓക്കെ, ഇതുപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഒരു പേജിൽ എഴുതിയത്. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ പഠിച്ചാൽ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ബീൻ വാക്കിംഗ് ഫോർ 3 hours. I have been walking for 3 hours. So in the example you can see നമ്മൾ ഇതിൻ്റെ അകത്ത് പെർഫെക്റ്റിലുള്ള ഹാസ് അല്ലെങ്കിൽ ഹാവ് വരും. ഇതിൻ്റെ അകത്ത് ഹാവ് ആണ് വന്നിട്ടുള്ളത്. കൂടാതെ കണ്ടിന്യൂസിലുള്ള INGയും കൂടെ വരും. ഇടയിൽ ഒരു ബീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. I have been walking for 3 hours. And when and where it is used? Let's see. കഴിഞ്ഞ 3 മണിക്കൂർ തൊട്ട് ഇപ്പം പ്രസൻറ്റ് വരെ, അപ് ടു ദ പ്രസൻറ്റ്, അൺടിൽ ദ പ്രസൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുള്ളത്.
കഴിഞ്ഞ 3 മണിക്കൂർ തൊട്ട് പ്രസൻറ്റിനെ ടച്ച് ചെയ്യണം, അന്നേരം അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകത്തുള്ളൂ. സോ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ഫോർ യു ഓൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, നമ്മൾ പറയേണ്ട കാര്യം എപ്പോൾ നടന്നതാണ്, പിന്നെ എത്ര വരെ നടന്നതാണ്. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ടെൻസസ് ഈസിലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ടെൻസ് വിച്ച് ഇസ് പാസ്റ്റ് ടെൻസ്. Again, past tense is divided into 4 subcategories: simple past, past continuous, past perfect continuous. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. And this is going to be more simple because നിങ്ങൾ ഞാൻ പഠിപ്പിക്കേണ്ട രീതി മനസ്സിലാക്കി കഴിഞ്ഞു. Simple past. I walked yesterday. ഞാൻ ഇന്നലെ നടന്നു കഴിഞ്ഞു, ഇനി ഒന്നും ഇതിൽ ബാക്കിയില്ല, ഫിനിഷായി കാര്യം. ED ചേർത്ത് കൊടുത്തു വെർബിൻ്റെ കൂടെ, walked ആക്കി, I walked yesterday. ഇതാണ് simple past. Let's move on to past continuous. I was walking last night. Continuous നമ്മൾ പഠിച്ചിരുന്നു, ing ചേർക്കണം. പാസ്റ്റ് ആകുമ്പോൾ നമ്മൾ വാസ് ചേർക്കണം. ഐ വാസ് വാക്കിംഗ് ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി ഞാൻ നടന്നുകൊണ്ടിരിക്കുമെന്നായിരുന്നു, കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടത്, ഞാൻ നടന്നുകൊണ്ടിരിക്കുമെന്നായിരുന്നു. ഐ വാസ് വാക്കിംഗ് ലാസ്റ്റ് നൈറ്റ്. ഇത് സപ്പോസ് ആരെങ്കിലും നമ്മളോട് ചോദിക്കുന്നു, വാട്ട് വെർ യു ഡൂയിങ് അറ്റ് 8 o'clock ലാസ്റ്റ് നൈറ്റ്? ഐ വാസ് വാക്കിംഗ് ലാസ്റ്റ് നൈറ്റ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം. സോ ലാസ്റ്റ് നൈറ്റ് നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യം. ഐ വാസ് വാക്കിംഗ് ലാസ്റ്റ് നൈറ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. ഐ ഹാഡ് വാക്ക്ഡ് ബിഫോർ ഐ സ്ലെപ്റ്റ്. നമ്മൾ പഠിച്ചിരുന്നു, പ്രസൻറ്റ് ആവുമ്പം, പ്രസൻറ്റ് പെർഫെക്റ്റ് ആവുമ്പം നമ്മൾ ഹാസോ ഹാവോ ചേർക്കും, പിന്നെ വെർബിലി ഇഡിയും കൂടെ ചേർക്കും. അതുപോലെ തന്നെ പാസ്റ്റ് ആവുമ്പോൾ നമ്മൾ ഹാഡ് ചേർക്കും, ഇഡി ചേർക്കും. ഐ ഹാഡ് വാക്ക്ഡ് ബിഫോർ ഐ സ്ലെപ്റ്റ്. അവിടെ കണ്ടു ഒരു വെർബും കൂടിയുണ്ട് പാസ്റ്റിൽ. 2 കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. 2 തിങ്സ് പാസ്റ്റിൽ ചെയ്തത്. ഞാൻ നടന്നിരുന്നു, ഞാൻ ഉറങ്ങേണ്ട മുന്നേ. 2 പാസ്റ്റ് കാര്യം പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാറുള്ളത്. 2 തിങ്സ് ഇൻ ദ പാസ്റ്റ് വി ഡിഡ് ടുഗെദർ. 2 കാര്യം പാസ്റ്റിൽ ഒരുമിച്ച് ചെയ്തത് പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഐ ഹാഡ് വാക്ക്ഡ് ബിഫോർ ഐ സ്ലെപ്റ്റ്. സോ കണ്ടില്ലേ, ഇറ്റ്സ് ആസ് സിമ്പിൾ. പാസ്റ്റ് പെർഫെക്റ്റ് 2 കാര്യം പാസ്റ്റിൽ നടന്നത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ നടന്നിരുന്നു ഉറങ്ങേണ്ട മുന്നേ. Okay, now let's move on to past perfect continuous. I had been walking when Rita called me. നമ്മൾ നേരത്തെ പ്രസൻറ്റിൽ കണ്ട പോലെ തന്നെ ഇവിടെയും കണ്ടിന്യൂസും പെർഫെക്റ്റും ഒരുമിച്ച് കൂടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവുന്നത്. സെൻറ്റൻസ് നോക്കിയാൽ നിങ്ങൾക്കറിയും, ഐ ഹാഡ് പെർഫെക്റ്റിലുള്ള ഹാഡ് അവിടെ വന്നു, കൂടാതെ കണ്ടിന്യൂസിലുള്ള വാക്കിങ്ങും വന്നു, ing. ഇനി വാക്കിംഗ് വരുമ്പം കണ്ടിന്യൂസ് ആകുമ്പോൾ ഒരു ബീനും കൂടെ വരും, അത് പ്രസൻറ്റിലും വന്നിരുന്നു. ഐ ഹാഡ് ബീൻ വാക്കിംഗ് വെൻ റീത്ത കോൾഡ് മീ. ഇവിടെയും 2 കാര്യമാണ്. റീത്ത കോൾ ചെയ്ത് കഴിഞ്ഞു, പാസ്റ്റിൽ നടന്ന കാര്യം. ആ ടൈമിൽ ഞാൻ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുമെന്നായിരുന്നു. ഐ ഹാഡ് ബീൻ വാക്കിംഗ്. പാസ്റ്റ് പെർഫെക്റ്റിൽ വാക്ക് ചെയ്ത് കഴിഞ്ഞു, കിടക്കണ്ടേ മുന്നേ. ബട്ട് ഇവിടെ ഐ ഹാഡ് ബീൻ വാക്കിംഗ്, ing പറഞ്ഞാൽ കണ്ടിന്യൂ ആയിക്കൊണ്ട് പോകുന്നു. ഐ ഹാഡ് ബീൻ വാക്കിംഗ് വെൻ റീത്ത കോൾ മീ. റീത്ത വിളിച്ചപ്പോൾ ഞാൻ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുമെന്നായിരുന്നു. 2 കാര്യമുണ്ട് പാസ്റ്റിൽ നടന്നത്. ഒന്ന് നടക്കുമ്പം ഞാൻ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമെന്നായിരുന്നു. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. So video full കാണണം. towards the end I'm going to give you a bonus tip. നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് ഈസിലി ടെൻസസ് ഐഡൻറ്റിഫൈ ചെയ്യാറുള്ളത്, അത് നിങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു തരാം. So let's move on to our next tense, future tense, which is again divided into 4 subcategories: simple future, future continuous, future perfect continuous. ഭാവിയിൽ ഫ്യൂച്ചറിൽ നടക്കേണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഐ വിൽ വാക്ക് ടുമോറോ. നാളെ ഞാൻ നടക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ. വില്ലുണ്ട് അവിടെ, വാക്ക് ഉണ്ട്. ഓക്കെ, ഐ വിൽ വാക്ക് ടുമോറോ. ദിസ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. നൗ അവർ നെക്സ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഐ വിൽ ബി വാക്കിംഗ് ടുമോറോ. നമ്മൾ പഠിച്ചിരുന്നു, കണ്ടിന്യൂസ് വരുമ്പം ing വരും, പിന്നെ ഇത് ഫ്യൂച്ചർ ആയതുകൊണ്ട് വിൽ വരും, ബി വരും. ഐ വിൽ ബി വാക്കിംഗ് ടുമോറോ. ഐ വിൽ ബി വാക്കിംഗ് ടുമോറോ.
സോ നിങ്ങൾ കണ്ടു ഇവിടെ ING യൂസ് ചെയ്തു, കണ്ടിന്യൂസ് ടെൻസ് ആണ്. നാളെ ഞാൻ നടന്നുകൊണ്ടിരിക്കും. I will be walking. ഞാൻ നടന്നുകൊണ്ടിരിക്കും. അതിന് സ്റ്റോപ്പില്ല. ഇറ്റ് വിൽ ഗോ ഓൺ കണ്ടിന്യൂയിങ്. ഫസ്റ്റിൽ നിങ്ങൾ കണ്ടു ഞാൻ നാളെ നടക്കും. I will walk. സെക്കൻഡിൽ കണ്ടിന്യൂസ്ലി I will be walking tomorrow. നാളെ ഞാൻ നടന്നുകൊണ്ടിരിക്കും. Hope this much is clear. Let's move on to our next tense, which is future perfect. I will have walked by 8 o'clock tomorrow. I will have walked by 8 o'clock tomorrow. Presentും പാസ്റ്റിലും കണ്ട പോലെ നമ്മൾ ഇവിടെ have യൂസ് ചെയ്തു. പാസ്റ്റിൽ നമ്മൾ had യൂസ് ചെയ്തു, റൈറ്റ്? ബട്ട് ഇത് ഫ്യൂച്ചർ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ വില്ലും കൂടെ ചേർത്തു. വിൽ ഹാവ്. പിന്നെ പെർഫെക്റ്റ് ആയതുകൊണ്ട് ED. വിൽ ഹാവ് പ്ലസ് ED ആവുമ്പം ദിസ് ഈസ് ഓൾവേസ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. I will have walked by 8 o'clock tomorrow. അതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? നമുക്ക് ഒരു കാര്യം certain period of time ഫ്യൂച്ചറിൽ ഫിനിഷ് ചെയ്യാനുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഫ്യൂച്ചറിൽ 8 മണി ആവുമ്പോഴത്തേക്കും നമുക്ക് നടന്ന് തീർക്കണം. ഫ്യൂച്ചറിൽ I will have walked by 8 o'clock tomorrow. നാളെ 8 മണി വരെ ഞാൻ നടക്കും ഫ്യൂച്ചറിൽ. Now let's move on to our last tense, future perfect continuous. ഈ ടെൻസിൻ്റെ അകത്ത് മേലത്തെ 3 ടെൻസിൻ്റെ ബ്ലെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ അകത്തുള്ള വിൽ ഉണ്ട്, കണ്ടിന്യൂസിൻ്റെ ING ഉണ്ട്, കൂടാതെ പെർഫെക്റ്റിൻ്റെ ഹാവ് ഉണ്ട്. സോ I will have been walking when you arrive tomorrow. നാളെ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ നടന്നുകൊണ്ടിരിക്കുമെന്നായിരിക്കും. ഓക്കെ, 2 ആക്ഷൻസ് അതെ. നാളെ നിങ്ങൾ വരുമ്പോഴത്തെ ആ സമയം ആവുമ്പോഴത്തേ ഞാൻ നടന്നുകൊണ്ടിരിക്കുമെന്നായിരിക്കും. I will have been walking when you arrive tomorrow. So hope this much is clear for you. So as promised earlier, I have covered 12 tenses in 12 minutes. Now it's time for your bonus tip. Tenses easily identify ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറും 2 ചോദ്യം മനസ്സിൽ പറഞ്ഞു നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ, when did the action happen? എപ്പോഴാണ് സംഭവിച്ചത് ഇത്? ഓക്കെ, ഇത്ര പറയുമ്പോൾ നമുക്ക് പാസ്റ്റ് ആണോ പ്രസൻറ്റ് ആണോ ഫ്യൂച്ചർ ആണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അതിൻ്റെ സബ് കാറ്റഗറീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയേണ്ടത് അൺടിൽ വാട്ട് ടൈം, എത്ര സമയം വരെ ആണ് ഇത് നടന്നത്, അതും കൂടെ പറയുമ്പോൾ നമുക്ക് സബ് കാറ്റഗറീസ് കിട്ടും. So if you found the video useful, do support me. Thanks for watching.